അധ്യക്ഷൻ ആദരണീയനായ സഖാഫി ഉസ്താദ്, വേദിയിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ, സദസ്സിലുള്ള ഏറെ പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും വളരെ ഹൃദയപൂർവ്വം എല്ലാവരും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. എനിക്ക് ഒരു അത്ഭുതം ഒന്നും തോന്നുന്നില്ല, എങ്കിലും അനീഷ് സാർ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ പരിപാടിയുണ്ട്, എന്റെ വർത്തമാനം പറയണം എന്ന് പറഞ്ഞ ആലത്തൂരിൽ നിന്ന് തന്നെ വിളിച്ചത്. അപ്പൊ ആ ഒരു ബന്ധത്തിൽ അവിടെ നിന്ന് ഇങ്ങനെ വന്നതാണ്. എന്റെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങൾ ശരിക്കും എനിക്ക് പരിചയമുള്ള ആളുകളല്ല അധികവും. നിങ്ങൾക്ക് എന്നെ ഒരുപക്ഷെ പരിചയം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഞാൻ ശരിക്കും ഈ നാട്ടുകാരനല്ല, ഞാൻ കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ടക്കാരനാണ്. ഞാൻ 25 വർഷമായി ആലത്തൂരാണ് താമസം. ബിസിനസ് ഒക്കെ ആയിട്ട് ആലത്തൂർ ഉണ്ട്. അപ്പൊ ഇങ്ങനെ സദസ്സിലിപ്പോ കുറച്ച് ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ പരിപാടികളിൽ ഇങ്ങനെ പങ്കെടുക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷമാണ്. ഞാൻ കുറച്ച് മുമ്പ് കൊടുങ്ങല്ലൂര് ഒരു പ്രദേശം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ശ്രീനാരായണീയരാണ് അവിടെ ഭൂരിപക്ഷം. എസ് എൻ പുരം എന്ന പഞ്ചായത്തിന്റെ പേരല്ല, ശ്രീനാരായണപുരം പഞ്ചായത്ത് എന്നാണ് പേര്. ശ്രീനാരായണീയരാണ് ഇവിടെ അധികം ആളുകൾ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ഒരു ചെറിയ സംവിധാനം ഉണ്ടായിരുന്നു, ഒരു ട്രസ്റ്റ്, അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് അതിനെ കുറിച്ചാണ്. വളരെ മനോഹരമായ അനുഭവങ്ങളാണ് അവിടെ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ വർഗീയതയൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഉള്ളൂ കാര്യമായിട്ട്. പുറമേ ഒന്നും ഈ സാധനങ്ങൾ കാര്യമായിട്ടില്ല. സമൂഹത്തിൽ തീരെ വിലയും നിലയില്ലാത്ത ചില ആളുകൾ ഇത് പറഞ്ഞ് നടക്കണമെന്നല്ലാതെ മനുഷ്യരൊക്കെ പരസ്പരം സ്നേഹവും അങ്ങേറ്റം കാരുണ്യവും ഒക്കെ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ ഇടയിലൊക്കെ ഉള്ളത്. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് റമദാൻ നോമ്പുമായി ബന്ധപ്പെട്ട് നോമ്പ് തുറയ്ക്കാണ് വന്നിട്ടുള്ളത്. നോമ്പ് തുറ എന്ന് പറയുന്നത് സാധാരണ ഇതിൽ നോമ്പെടുത്ത ആളുകൾ നോമ്പ് അവസാനിപ്പിക്കുന്ന ഒരു പരിപാടിയുടെ പേരാണത്. ഭക്ഷണം അവസാനിപ്പിച്ചുകൊണ്ടാണ് നോമ്പ് തുടങ്ങുക. അത് പ്രഭാതോദയത്തിലാണ്. പ്രഭാതത്തിന് വേണ്ട സുബഹിന്റെ ബാങ്ക് കൊടുക്കും രാവിലെ. ഇപ്പോ ഏകദേശം ഒരു 5 മണി 5:30 അല്ലെ, 5:20 ആകും നമ്മൾ ബാങ്ക് കൊടുക്കും. 5:20 മുതൽ തുടങ്ങിയാൽ ഇത് 6:38 വരെയുള്ള സമയം. ഈ സമയത്തിനുള്ളിൽ ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, എന്നാൽ സമ്പൂർണമായും എല്ലാം ഒഴിവാക്കാണ്. ഇത് 2 കാര്യം മാത്രമല്ല കേട്ടോ നോമ്പുകാർ ഒഴിവാക്കേണ്ടത്. നോമ്പുകാർ ഒഴിവാക്കേണ്ട വേറെ പ്രധാനപ്പെട്ട പോലെ ലൈംഗികമായ നോട്ടവും ഇടപാടുകളും ഒന്നും അതിന് പറ്റില്ല. ഇതുകൂടാതെ നോമ്പിന്റെ ലക്ഷ്യമായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നൊരു സംഗതി, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഇതാണ് അതിന്റെ അറബി ടെക്സ്റ്റ്. അല്ലയോ വിശ്വാസികളെ, നിങ്ങളുടെ മുൻഗാമികൾക്ക് എന്നതുപോലെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത് നിങ്ങൾ സൂക്ഷ്മതയുള്ള മനുഷ്യരാകാൻ വേണ്ടിയാണ്. എന്താ ഈ സൂക്ഷ്മ? തഖ്വ എന്നാണ് അറബിയിൽ അതിന്റെ പദം. തഖ്വ എന്ന ഈ വാക്ക് അറബി ഭാഷയിൽ തന്നെയുള്ള വിഖായത്ത് എന്ന അറബി വാക്കിൽ നിന്ന് ഉണ്ടായതാണ് ഈ പദം. ഇതിന്റെ അർത്ഥം എന്താണെന്ന് സൂക്ഷിക്കുക എന്നാണ് സംഗതി പറയാ. 2 കാര്യങ്ങൾ സൂക്ഷിക്കണം. ഒന്ന്, ദൈവത്തിന്റെ നരകശിക്ഷയിൽ നമ്മളെ തന്നെ സംരക്ഷിക്കണം. ഒന്ന്. രണ്ടാമത്, നിന്നിൽ നിന്ന് ഒരു പ്രയാസവും നിന്റെ ചുറ്റുവട്ടത്തുള്ള ആർക്കും ഉണ്ടാകുന്നില്ല എന്ന് നീ ഉറപ്പുവരുത്തണം എന്നതാണ് തഖ്വയുടെ ഒരു പൊരുൾ. എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിനക്കെതിരെ ഒരു പരാതിക്കാരും ഉണ്ടാവാൻ പാടില്ല. നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യ, നിന്റെ മക്കള്, നിന്റെ മാതാപിതാക്കള്, നിന്റെ അയൽപക്കക്കാർ, നിന്നോടൊപ്പം ജോലി ചെയ്യുന്നവർ, നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നവർ എന്ന് മാത്രമല്ല, നിന്റെ ചുറ്റുവട്ടത്തുള്ള പക്ഷികൾ, മൃഗങ്ങൾ, ഇഴജന്തുക്കൾ, ഒരാൾക്കും നിന്നെ കുറിച്ചൊരു പരാതി ഉണ്ടാകാൻ പാടില്ല. ലോകത്ത് വന്നിട്ടുള്ള എല്ലാ മതങ്ങളിലെയും അകംപൊരുളി പറഞ്ഞ സംഗതി, ആരെയും പ്രയാസപ്പെടുത്താതെ ജീവിക്കൂ. ആരെയും പ്രയാസപ്പെടുത്താതെ ജീവിക്കൂ. അതാ മനുഷ്യന് സവിശേഷമായ ഒരു ബുദ്ധി കൊടുത്തില്ല. ഈ ബുദ്ധി കൊണ്ട് സാധ്യത ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു വെച്ചത്. ഒരാൾക്കും എനിക്കെതിരെ ഒരു പരാതിക്കാരൻ ലോകത്തുണ്ടാവും. നോമ്പ് ആവശ്യപ്പെടുന്ന സുപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ സൂക്ഷിച്ചൊന്ന് ജീവിക്കാനാണ്. ഇങ്ങനെ ജീവിച്ചാൽ മാത്രം പോരാ. നോമ്പിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത്, പ്രവാചകന്റെ വചനം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഷഹ്റുൽ മുവാസാത്ത്, ഷഹ്റു റമദാൻ. ഈ റമദാൻ മാസം എന്ന് പറയുന്നത് ഷഹ്റുൽ മുവാസാത്താണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരോടും അലിവ് കാണിക്കേണ്ട, ആർദ്രത കാണിക്കേണ്ട, സർവ്വ മനുഷ്യരെയും ചേർത്ത് പിടിക്കേണ്ട സമയമാണ് ഇത്. അതുകൊണ്ട് ഈ മുസ്ലിങ്ങൾക്കിടയിൽ സാധാരണഗതിയിൽ നോമ്പ് കാലമായി കഴിഞ്ഞാൽ ദാനധർമ്മങ്ങൾ വല്ലാതെ വർദ്ധിക്കും. ദാനധർമ്മങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. സദക്ക എന്നാണ് ഇതിന്റെ അറബിയിൽ അതിനെ കുറിച്ച് പറയുന്നത്. സദക്ക എന്നാ പറയാം. സദക്ക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായതെന്തും ഒരാൾക്ക് നൽകുന്നതിന്റെ പേരാണ് സദക്ക. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു,
ഒരാളുടെ മുഖത്ത് പ്രസന്ന ഭാവത്തിൽ നീ നോക്കുന്നത് ദാനമാണെന്ന്. സദക്ക ദാനമെന്നാ മലയാളത്തിലാണ്. ദാനത്തെ കുറിച്ച് സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് ആർക്കെങ്കിലും വല്ല പൈസ എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ്. പ്രവാചകൻ പറഞ്ഞു ദാനം എന്ന് പറയാൻ അത് മാത്രമല്ല, നീ ഒരാളെ ദേഷ്യത്തോടെ നോക്കലല്ലോ ചെയ്യും, അല്ലെ? ഒരാളെ നീ സന്തോഷത്തോടെ നോക്കൂ, ദാനമാണ്. ഒരാളെ വാഹനത്തിൽ കയറാൻ സഹായിക്കുന്നത്, ഇറങ്ങാൻ സഹായിക്കുന്നത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ വഴിയിൽ കിടക്കുന്ന മനുഷ്യന് പ്രയാസകരമായ കാര്യങ്ങളെ എടുത്ത് നീക്കം ചെയ്യുന്നത്, ഇതെല്ലാം ദാനമാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ദാനം, അതായത് മറ്റുള്ളവർക്ക് പ്രയാസപ്പെടുത്താൻ പാടില്ല, സാധ്യമാകും വിധം മറ്റുള്ളവർക്ക് ഉപകാരിയായി ജീവിക്കണം എന്ന അഭ്യർത്ഥനയുടെ പേരാണ് യഥാർത്ഥത്തിൽ റമദാൻ വ്രതം എന്ന് പറയുന്നത്. ഈ അഭ്യർത്ഥനയാണത്. എല്ലാവരോടും അത് ആവശ്യപ്പെടുകയാണ്, ഇങ്ങനെ ഒന്ന് ജീവിക്കൂ എന്നതാണ്. നേരത്തെ ഇവിടെ സാർ ഇവിടെ സംസാരിച്ചവിടെ പറഞ്ഞു, ലോകം കലുഷിതമായ യുദ്ധത്തിലാണുള്ളത്, പിടിച്ചടക്കാനുള്ള ആർത്തിയിലാണുള്ളത്. നോമ്പ് പറയുന്നു ആർത്തി അല്ല വേണ്ടത്, മാറ്റിവെക്കാൻ സാധിക്കണം, ത്യജിക്കാനാണ്. നേരം വെളുത്താൽ വൈകുന്നേരം വരെ വീട്ടിൽ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ടല്ല ഭക്ഷണം കഴിക്കാത്തത്, ഭക്ഷണം ഒന്ന് മാറ്റിവെക്കാൻ ശീലിക്കുകയാണ്. ഞാൻ കുറെ മുമ്പ് വായിച്ച യൂറോപ്യൻ ദാർശനികനായ അലി ഇസ്സത്ത് ബഗോവിച്ച്, പ്രസിദ്ധനായ പ്രഗത്ഭനായ വലിയ എഴുത്തുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു പദപ്രയോഗമുണ്ട്, മനുഷ്യനെ കുറിച്ചുള്ള പദപ്രയോഗം. മനുഷ്യനെ മനുഷ്യനാക്കുന്നു. മൃഗങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവയെന്ന് പറഞ്ഞാൽ വിശന്നു കഴിഞ്ഞാൽ കിട്ടാവുന്നതൊക്കെ അല്ലേ എന്നിങ്ങനെ ആക്രമിച്ച് കീഴടക്കിയ തിന്നുക എന്നുള്ള അതിന്റെ പരിപാടി. വിശന്നു കഴിഞ്ഞാൽ അതിന് പിടിച്ചിരിക്കാൻ പറ്റില്ല. അത് എവിടെ നിന്നെങ്കിലും ചാടിപ്പടഞ്ഞത്, ഇര പിടിച്ചത്, അതിന്റെ ജീവിതം അതിന്റെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് വേറെ ഒന്നും നോക്കില്ല, അത് ആരാണെന്ന് നോക്കില്ല, അത് എന്റെ മുന്നിലുള്ളതെന്ന്. മനുഷ്യനെ മനുഷ്യനാക്കുന്ന അടിസ്ഥാനപരമായ ഘടകം തന്റെ വിശന്നിരിക്കുമ്പോഴും തന്റെ ഭക്ഷണം മാറ്റിവെക്കാൻ കഴിയലാണ്. ആ മാറ്റിവെക്കുന്ന ഭക്ഷണം തന്റെ സഹോദരങ്ങൾക്ക് കൊണ്ട് ഉപകാരപ്പെടുത്താൻ സാധിക്കുന്നിടത്താണ് ഇതുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള വലിയ അതായത് വ്രതം എന്ന് പറയുന്നത് കേവലമായ ചെറിയൊരു ചടങ്ങ് എന്നതിനപ്പുറത്തേക്ക് മനുഷ്യന് വലിയ സന്ദേശങ്ങൾ പകർന്നു നൽകുന്ന വലിയൊരു ആശയത്തിന്റെ പേരാണ് യഥാർത്ഥത്തിൽ വ്രതം എന്ന് പറയുന്നത്. ഇതാണ് എന്റെ പൊരുൾ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന, ആവശ്യപ്പെടുന്ന, നേരത്തെ അവിടെ പറഞ്ഞല്ലോ, മനുഷ്യനെ കുറിച്ചുള്ള ഖുർആനിന്റെ കാഴ്ചപ്പാട് തന്നെ അത്ഭുതകരമാണ്. മനുഷ്യനെ കുറിച്ചുള്ള അതിന്റെ പദപ്രയോഗം നമ്മുടെ കഴിഞ്ഞ വേൾഡ് കപ്പ് നടന്ന ഖത്തറിൽ വെച്ചാണ്. ഖത്തർ വേൾഡ് കപ്പിന്റെ ആമുഖത്തിൽ, അതിന്റെ ഉദ്ഘാടനത്തിൽ അവിടെ ഒരു ഖുർആൻ വാക്യം ഇങ്ങനെ നിരന്തരമായി പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ കേട്ടിട്ടുണ്ടാവും. ഗാലിം എന്ന് പറയുന്ന ഒരു വികലാംഗനായ ആളാണല്ലോ ഇതിന്റെ അല്ലെ ഉദ്ഘാടനം. പിന്നെ ഒരു ഹോളിവുഡ് താരവും, അദ്ദേഹത്തിന്റെ പേരെനിക്ക് മറന്നുപോയി, രണ്ടുപേരും ചേർന്ന് ഉദ്ഘാടനം നടത്തി. ആ ഉദ്ഘാടനത്തിന് മുന്നോടിയായിട്ട് അവിടെ ഇതിങ്ങനെ പ്ലേ ചെയ്തു ഈ വചനം. എന്ന് പറഞ്ഞാൽ യാ യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. വേൾഡ് കപ്പ് കണ്ട ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഇത് ഓർമ്മ വരാൻ സാധ്യതയുണ്ട്. അറബി അറിഞ്ഞില്ലെങ്കിലും ഇത് ചിലപ്പോൾ ഓർമ്മയിൽ വരാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. അതിനകത്ത് ഇത്രേ പറഞ്ഞുള്ളൂ, അവിടെ കൂടിയ മുഴുവൻ മനുഷ്യരോടുമായിട്ടുള്ള വിളംബര ഒരു പ്രഖ്യാപനമാണ്. യാ യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, മനുഷ്യരെ എന്നാ വിളി, ഖുർആന്റെ വചനമാണ്. അല്ലയോ മനുഷ്യരെ, ദൈവം പറയാണ്, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വജഅൽനാകും ശുഊബൻ വ ഖബായില, നിങ്ങളെ വ്യത്യസ്തമായ ഗോത്രങ്ങളാക്കി വർണ്ണങ്ങളാക്കി ഒക്കെ മാറ്റിയത് ദൈവം തമ്പുരാനാണ്. എന്തിനു വേണ്ടി? ലിതഅറഫു, നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി മാത്രം. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, തഖ്വ എന്നൊരു പദം പറഞ്ഞല്ലോ അല്ലെ. നിങ്ങളുടെ കൂടെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ ദൈവത്തിന്റെ അടുക്കൽ ഈ സൂക്ഷ്മതയാണ്. മറ്റുള്ളവരെ ജീവിതത്തിൽ ഒരു നിലയ്ക്കും പ്രയാസപ്പെടുത്താതെ സാധ്യമാകുന്ന ഉപകാരങ്ങൾ ചെയ്ത് ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് മാത്രമേ എന്തെങ്കിലും പദവി സ്ഥാനം ദൈവത്തിന്റെ അടുക്കലുള്ളൂ. നമുക്ക് മനുഷ്യരുടെ ഇടയിൽ എന്തില്ല, ആർക്കും ഒരു വിവേചനമില്ല, എല്ലാവരും ഒരുപോലെ. പ്രവാചക ജീവിതത്തിൽ ഇത് നമുക്ക് വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാം. പ്രവാചക ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമെന്ന് അറിയപ്പെടുന്ന വിജയം മക്ക വിജയം എന്ന് അറിയപ്പെടും. മക്ക പ്രവാചകന്റെ ഇതിലേക്ക് വരിക. ആ മക്ക വിജയത്തിന്റെ വിളംബരം നടത്താനായി പ്രവാചകൻ തെരഞ്ഞെടുക്കുന്ന ആള് ബിലാല് എന്ന് പറയുന്ന നീഗ്രോ അടിമയാണ്. കഅബ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഏറ്റവും പവിത്രമായ ഇടമാണ്. ആ കഅബാലയത്തിന്റെ മേലെ കയറി നിന്ന് ഈ പ്രഖ്യാപനം നടത്താൻ തെരഞ്ഞെടുക്കുന്നത് സമൂഹത്തിൽ ഏറ്റവും താഴ്ത്തട്ടിലുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ മാനവിക മൂല്യങ്ങളെ കുറിച്ചുള്ള ഉദാത്തമായ വർത്തമാനങ്ങളാണിത്. തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ എന്റെ കൂടെ പെട്ടവനല്ല. അവൻ പള്ളിയിൽ നിസ്കരിക്കുന്നുണ്ടാവാം, ഹജ്ജിന് പോയിട്ടുണ്ടാവാം, നോമ്പ് നോക്കുന്നുണ്ടാവാം, ഇതെല്ലാം ഉണ്ടാകാം, പക്ഷേ അവൻ എന്റെ കൂടെ പെട്ടവനല്ല. ഇതുകൊണ്ടൊന്നും എന്റെ കൂടെ ഒരാളാവില്ല. പ്രവാചക വർത്തമാനത്തിൽ അത്ഭുതകരമായ ഒരുപാട് കാര്യങ്ങൾ കാണാം. സാധാരണഗതിയിൽ നമ്മള് ദൈവത്തെ കാണാൻ ആരാധനാലയത്തിലേക്ക് പോകണമെന്നാണ് സാധാരണ പറയല്. പ്രവാചകൻ പറഞ്ഞു, നാളെ ദൈവത്തിന്റെ സന്നിധിയിൽ വിചാരണ നടക്കുന്ന സമയത്ത് എല്ലാ മനുഷ്യരോടുമായി വിചാരണ നടക്കും. ആ വിചാരണ വേളയിൽ ദൈവം ചോദിക്കും അത്രേ മനുഷ്യകുലത്തോട്, ഞാൻ വിശക്കുന്നവനായിരുന്നല്ലോ, നിങ്ങൾ എന്തേ എനിക്ക് ഭക്ഷണം തന്നില്ല? ഞാൻ ദാഹിക്കുന്നവനായിരുന്നല്ലോ, നിങ്ങൾ എന്തേ എനിക്ക് വെള്ളം തന്നില്ല?
ഞാൻ രോഗിയായി കിടന്നല്ലോ, നിങ്ങൾ എന്തേ എന്നെ കാണാൻ വന്നില്ല എന്ന് ചോദിക്കുന്ന. അപ്പൊ ആ സമൂഹത്തിലെ ആളുകൾ ഇങ്ങനെ, അതായത് ഈ പരോപകാരമില്ലാത്ത മനുഷ്യന്മാരുണ്ടല്ലോ, അവരൊക്കെ തിരിച്ചു ചോദിക്കത്രേ, നീ മുഴുവൻ പ്രപഞ്ചത്തിലെ ദൈവമാണ്, നിനക്ക് ഞങ്ങൾ എങ്ങനെ ഭക്ഷണം തരും? നീയാണല്ലോ ഞങ്ങൾക്ക് ഭക്ഷണം തരിക, നിനക്കങ്ങനെ വെള്ളം തരും, നീയാണല്ലോ ഞങ്ങൾക്ക് വെള്ളം തരുന്നത്, നിനക്കെങ്ങനെ രോഗം ബാധിക്കും, നീയാണല്ലോ രോഗത്തെയും ആരോഗ്യത്തെയും സൃഷ്ടിക്കുന്നത് എന്ന് പറയുന്ന. അപ്പോഴാണ് അവിടെ നിന്ന് ഒരു വർത്തമാനം ഉണ്ടാകും അത്രേ, അതിങ്ങനെയാണ്. നിന്റെ നാട്ടിൽ നിന്റെ ചുറ്റുവട്ടങ്ങളിൽ വിശന്ന് കഴിഞ്ഞ മനുഷ്യനുണ്ടായിരുന്നു, അവന്റെ അടുക്കൽ നീ വന്ന് ഒരു നേരത്തെ ഭക്ഷണവുമായി വന്നാൽ നിനക്ക് അവിടെ എന്നെ കാണാമായിരുന്നു. എന്നെ കാണണമെങ്കിൽ അവിടെയാണ് പോകേണ്ടെന്ന, പള്ളിയിൽ ഇരിക്കാനല്ല പറഞ്ഞത്. കാണണമെങ്കിൽ എന്ത് വേണം? ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നവൻ വിശക്കുന്നവന് വീട് അന്വേഷിച്ച് പോകാൻ പറഞ്ഞു, ദാഹിക്കുന്നവന് കുടിനീര് കൊടുക്കാൻ പറഞ്ഞു, വസ്ത്രമില്ലാത്തവന് വസ്ത്രം നൽകാൻ പറഞ്ഞു, എന്ന് രോഗിയായി കിടക്കുന്നവന്റെ അടുക്കൽ പോയി വർത്തമാനം പറഞ്ഞിരിക്കാൻ പറഞ്ഞു. അവിടെയാണ് ദൈവത്തെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ സാധിക്കുക എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ഇസ്ലാമിന്റെ പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ നമുക്ക് വളരെ മനോഹരമായി നമുക്ക് ഇങ്ങനെ എടുത്തു വെക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ അധ്യാപനങ്ങളാണ്. അതുകൊണ്ട് ഇസ്ലാമിക ലോകം ഈ സമയത്ത് നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ ദാനധർമ്മങ്ങളിലൂടെയും ഉള്ള ഭക്ഷണം മാറ്റിവെച്ചും ഒക്കെ കഴിഞ്ഞുകൂടുന്ന ഒരു മാസക്കാലമാണ് പ്രധാനുഷ്ഠാനമുള്ളത്. അപ്പൊ കഴിഞ്ഞിപ്പോ ഇന്നത്തെ 18ാമത്തെ നോമ്പിലാണെന്നുള്ളത്. ഇനി പറഞ്ഞ ചുരുങ്ങിയ ദിവസങ്ങളാണുള്ളത്. ഇനി 12 ദിവസം കൊണ്ട് അല്ലെ 9 ദിവസം കൊണ്ട്. അത് കഴിഞ്ഞാൽ ചെറിയ പെരുന്നാൾ എന്നാ പറയാ. ചെറിയ പെരുന്നാൾ എന്ന് നമ്മൾ പറഞ്ഞുണ്ടാക്കിയാണ് കേട്ടോ. ആ പേര് ശരിക്കും അങ്ങനെയല്ല. ഈദുൽ ഫിത്തർ എന്നാണ് അതിന്റെ പേര്. ഫിത്തർ എന്ന് പറഞ്ഞാൽ നോമ്പ് അവസാനിപ്പിക്കുന്ന ആഘോഷം എന്ന് അതിന് അർത്ഥമുള്ളൂ. ഫിത്തറിന്റെ സമയത്ത് നോമ്പ് അവസാനിപ്പിക്കുന്നത് ദാനധർമ്മത്തിലൂടെയാണെന്ന് നിർബന്ധമാണ്. ദാനധർമ്മത്തിലൂടെയാണ് നോമ്പ് അവസാനിപ്പിക്കേണ്ടത്. അതായത് അതിന് നമ്മുടെ നാട്ടിലെ മുഖ്യ ആഹാരം എന്ന നിലയ്ക്ക് അരി പാവപ്പെട്ട വീടുകളിലൊക്കെ എത്തിക്കും മുസ്ലിങ്ങൾ. അങ്ങനെ എത്തിച്ചുകൊണ്ടായിരിക്കണം അത്ര എന്ത് അവസാനിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ദാനത്തിലൂടെ എല്ലാം ഒഴിവാക്കി ഒരു മാസം തന്നെ ഭക്ഷണവും വെള്ളവും ഒക്കെ ഒഴിവാക്കി മാറ്റിവെച്ച് ഫുൾ ടൈം അല്ലാട്ടോ, രാത്രി ഭക്ഷണം കഴിക്കാം, അതിന് വിരോധം. അതായത് ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാട് സന്യാസം എന്ന് പറയുന്നതിനെ കുറിച്ച് പോലും ഇസ്ലാമിന്റെ ഒരു നിർവചനം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ജീവിച്ച് നല്ല വസ്ത്രം ധരിച്ച് ദൈവത്തോട് ഭക്തിയുള്ളവനായി സമൂഹത്തെ സേവിച്ച് ജീവിക്കാനാണ് പറഞ്ഞത്. അവിടെയാണ് സന്യാസത്തിന്റെ പൊരുൾ പോലും പ്രവാചകൻ പഠിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ മഹിതമായ ഒരുപാട് ആശയങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയുന്ന ഒരു സവിശേഷമായ സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. നോമ്പ് തുറക്കാൻ സമയമായി. ഇനി 10-15 മിനിറ്റാണ് നമ്മുടെ മുന്നിൽ നോക്കുള്ളൂ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ. എന്തായാലും ഏറെ സന്തോഷമാണ്. ഇന്നലെ ഇതേപോലെ എല്ലാ വിഭാഗത്തിലും പെട്ട മത, രാഷ്ട്രീയ, വ്യാവസായിക മേഖലയിലുള്ള പ്രമുഖ വ്യക്തികൾ പങ്കെടുത്ത ഒരു ഇഫ്താർ പരിപാടിയാണ്. അതിനകത്ത് പങ്കെടുത്ത് സംസാരിക്കാൻ സാധിച്ചു. ഇങ്ങനെ ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ എല്ലാവരും കൂടിയിരിക്കുന്നത് കാണുമ്പോൾ, എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ കേട്ടോ. നമ്മുടെ ഇടയിൽ എന്തില്ല, അകലങ്ങൾ ഉണ്ടാവാനേ പാടില്ല. പരസ്പരം സ്നേഹിച്ചും പരസ്പരം സേവിച്ചും പരസ്പരം ചേർത്ത് പിടിച്ചും മുന്നോട്ട് പോകാൻ കഴിയുന്നിടത്താണ് എല്ലാ സന്തോഷങ്ങളും ഉണ്ടാവുക, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവുക എന്ന് നമ്മൾ. അതുകൊണ്ട് വർഗീയത, വംശീയത, വിദ്വേഷം ഇതൊന്നും നമ്മുടെ ഇടയിലൊന്നും ഇല്ലാത്ത സംഗതിയാണ്. നേരത്തെ പറഞ്ഞാൽ ഏതൊക്കെയോ ഓരോ ഇല്ലാത്ത ഏതോ മനുഷ്യന്മാരിലെ അതൊക്കെ ഉള്ളൂ കേട്ടോ. അല്ലാത്ത ആളുകളിലൊന്നും ഈ സാധനങ്ങളൊന്നുമില്ല. യാതൊരു പൊരുളും അറിയാത്ത ആളുകളിലാണ് ഈ സാധനങ്ങളൊക്കെ ഉള്ളത്. അത് രാഷ്ട്രീയക്കാരാണ് അധികം. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മതത്തെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ആളുകളിലാണ് ഈ വൈകല്യങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ ഈ ഗ്രാമപ്രദേശത്തുള്ള മനോഹരമായ ഒത്തുകൂടലിനെ ദൈവം തമ്പുരാൻ സ്വീകരിക്കുമാറാവട്ടെ. ഈ നാടിനെ പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ എന്നൊക്കെ ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കാനേ എനിക്ക് പറ്റുന്നുള്ളൂ. എന്തായാലും ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു മുഹൂർത്തമായി, ഈ എന്റെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തുന്ന മനോഹരമായ ഒരു സന്ദർഭമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. പടച്ച തമ്പുരാൻ ഈ നോമ്പിനെ നമ്മുടെ ഒരുമിച്ച് കൂടലിനൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അനീഷ് സാറ് കുറെ കൂട്ടുകാരൊക്കെ ചേർന്നാണ് ചെയ്തിട്ടുള്ളത്. അവർക്കൊക്കെ ഈ ഭൗതിക ജീവിതത്തിൽ പടച്ച റബ്ബ് എല്ലാ അർത്ഥത്തിലുള്ള അനുഗ്രഹങ്ങൾ നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും, നന്ദി, നമസ്കാരം.